ഈ യഥാർത്ഥത്തിൽ ഒരു പേടിയുണ്ടാവേണ്ട കാര്യമില്ലെങ്കിലും കുറച്ച് തെറ്റായ പ്രചരണമുണ്ട്. മത്സ്യം കഴിച്ചാൽ എന്തോ കുഴപ്പമുണ്ട്, കടലിൽ എന്തൊക്കെയോ കെമിക്കൽ കലർന്നു. അത് വസ്തുതയല്ല. മത്സ്യത്തിനൊരു കുഴപ്പമില്ല. ഒരു മത്സ്യം പോലും എവിടെയും ചത്തുപൊങ്ങിയ സംഭവം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മത്സ്യം കഴിക്കാവുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മീൻ കഴിക്കരുത് എന്നുള്ള ഒരു പ്രചരണമാണ് വരുന്നത്. അതിന് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന വ്യാജ പ്രചരണം നടത്തുന്ന ആൾക്കാർ പറയുന്ന കാര്യം, കപ്പലിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുങ്ങിയ കപ്പലിൽ നിന്ന് ഒട്ടേറെ രാസവസ്തുക്കൾ കടലിലേക്ക് വീണിട്ടുണ്ട്. ആ രാസവസ്തുക്കളൊക്കെ കഴിച്ച മീൻ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ അടക്കമുള്ള രോഗമുണ്ടാവും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്. അതിനെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇറങ്ങിയത്. മീൻ കഴിച്ചുകൊണ്ടും ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇത് പറയുന്നതെല്ലാം ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ശക്തികുളങ്ങര ഹാർബറിന് സമീപത്തെ മത്സ്യഫെഡിന്റെ കേന്ദ്രത്തിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ നല്ല വറ്റയും അയിലയും ചൂരയും അടക്കമുള്ള കടലിൽ വരുന്ന എല്ലാ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അത് കറി വെച്ച് ഒപ്പം തന്നെ വറുത്തുമൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു കാര്യവുമില്ലാതെ ഒരു ഭയവുമില്ലാതെ അദ്ദേഹം ആ ഭക്ഷണം കഴിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു.